ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം UAE ഷാർജയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി ഏകദേശം 28 വർഷങ്ങൾക്ക് മുന്നേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഈ ഒരു UAE മണ്ണിൽ കാൽച്ചുവട്ടെടുത്ത് വെച്ച് ഇന്ന് അദ്ദേഹം എന്താ പറയുക, എല്ലാ പ്രവാസികൾക്കും നാട്ടിലേക്ക് വിളിക്കാനായിട്ട് ഒരാവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബൂട്ടിം ആപ്പ്. ആ ഒരു ബൂട്ടിം ആപ്പ് എന്ന കമ്പനിയുടെ തന്നെ RSM എന്ന പോസ്റ്റിലിരിക്കുന്ന രവി തങ്കപ്പൻ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. രവി തങ്കപ്പൻ സാറിനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമുക്ക് ഫസ്റ്റ് ബൂട്ടിമിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ സാറിൻ്റെ കുട്ടിക്കാലവും നമ്മുടെ പഠിച്ച സ്കൂളും അങ്ങോട്ടേക്ക് തന്നെ ഒന്ന് എത്താം. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ലിയോ 13 എന്ന സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. എവിടെ? ആലപ്പുഴ തന്നെയാണ്. പിന്നെ പ്രീ ഡിഗ്രി, അന്ന് +2 അല്ല, പ്രീ ഡിഗ്രി. അത് ആ സമയം ഞാൻ SN കോളേജിലായിരുന്നു, ചേർത്തല SN കോളേജിലായിരുന്നു. BCom-നായിട്ട് ഞാൻ ആലപ്പുഴ ST കോളേജിൽ ചേർന്നു. അവിടെ അല്ലറ ചില്ലറ കലാലയ രാഷ്ട്രീയമൊക്കെ ആയിട്ട് അവിടെ ബിസിയായിരുന്നു. അച്ഛൻ സിംഗപ്പൂരിലായിരുന്നു. അച്ഛനെ പൊതുവെ അവിടെ അറിയപ്പെടുന്ന സിംഗപ്പൂർ തങ്കപ്പൻ എന്നാണ്. തങ്കപ്പൻ ബിസിനസ് ആയിരുന്നു. സിംഗപ്പൂരിൽ ആയിരുന്നു. വളരെ 25 കൊല്ലം സിംഗപ്പൂരിലായിരുന്നു. അവിടെ റോയൽ എയർഫോഴ്സിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടയും കാര്യങ്ങളൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനായിരുന്നു വീട്ടിൽ. അങ്ങനെ BCom ഗ്രാജുവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഈ രാജ്യത്ത് വരുന്നത്. സാർ എന്തുകൊണ്ടാണ് ഈ ഒരു ദുബായ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു റീസൺ? എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, 3 സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളും അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴും അച്ഛൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി മോശമായ സമയത്താണ് ഞാൻ ഒരു സ്റ്റിയറിങ് ഏറ്റെടുക്കുന്നത്. അത് എൻ്റെ അമ്മ വീട് തൃശ്ശൂരാണ്. അപ്പം അമ്മയുടെ ആങ്ങളമാർ അബുദാബിയിലുണ്ടായിരുന്നു, UAE. അപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. അപ്പം അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ റെസിസ്റ്റ് ചെയ്ത്, പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ ഓപ്ഷൻ തന്നില്ല, പോയാൽ പറ്റത്തുള്ളത്. അങ്ങനെ പിന്നെ ഒരു മാക്സിമം 3 years ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ. 3 years വിസിറ്റ് വിസയിലാണ് വരുന്നത്. വന്ന് 1996 ഏപ്രിൽ 16 പ്രിസൈസ് ആയിട്ട് ഓർക്കുന്നുണ്ട്. ഓർക്കുമല്ലോ വളരെ. കാര്യം എനിക്ക് എന്നെ അവിടത്തോളം മറക്കാൻ പറ്റാത്തൊരു സമയം കൂടെയാണത്. കാര്യം ആ സമയത്ത് പൊതുമാപ്പ് ഡിക്ലെയർ ചെയ്തു. വിസിറ്റ് വിസ പോലും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോലും സ്റ്റോപ്പ് ചെയ്തു ഗവൺമെൻറ്. അപ്പോൾ ആകെ ഒരു അനിശ്ചിതത്തോടെ ഉണ്ടായിരുന്നു. വന്നവരൊക്കെ, എൻ്റെ കൂടെ വന്നവർക്കൊക്കെ തിരികെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാൻ പിടിച്ചു വന്നു. ഞാൻ എന്തായാലും തിരിച്ചു പോകത്തില്ല. കാര്യം അത്രയും ആൾക്കാരുടെ സ്വപ്നവും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ എല്ലാം ഏറ്റെടുത്ത് വരുന്നെങ്കിൽ എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ നിൽക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അമ്മയുടെ സഹോദരന്മാരുണ്ടായിരുന്നു അബുദാബിയിൽ. അപ്പോൾ അവർ ട്രാൻസിറ്റ് വിസ ഇടയ്ക്ക് ഞങ്ങൾ ഒമാൻ ആ സമയത്ത് 3 months വിസ ഉണ്ടായിരുന്നു, വിസിറ്റ് വിസ. പക്ഷെ ബൈ റോഡ് പോയിട്ട് തിരിച്ചു വരായിരുന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ദോഹയിൽ ഫ്ലൈറ്റിൽ പോയിട്ട് 2 weeks. അത് ഞാനൊരു ഇറ്റാലിയൻ കമ്പനിയിൽ തവീല, അവിടെ ഒരു പവർ പ്രോജക്റ്റ് ഷഹാമ. അപ്പം അവരെന്നെ വിടുമായിരുന്നു. അങ്ങനെ ഒരു 6 മാസം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അബുദാബി അല്ലാതെ എക്സ്ചേഞ്ച് എന്നുള്ളൊരു മണി എക്സ്ചേഞ്ചിൽ അവിടെ എനിക്ക് അക്കൗണ്ടന്റ് കം ക്യാഷ് ആയിട്ട് അവിടെ ജോലി കിട്ടി. ഇറ്റാലിയൻ കമ്പനിയിൽ ഞാൻ ഒരു സേഫ്റ്റി ഓഫീസറായിരുന്നു. പക്ഷെ അന്നും എൻ്റെ അമ്മാവന്മാർ അഡ്വൈസ് ചെയ്യുമായിരുന്നു, രവി നിൻ്റെ ഫീൽഡ് ഇതാണ്, നിൻ്റെ ക്വാളിഫിക്കേഷൻ BCom ആണ്, അതുകൊണ്ട് ആ ഒരു കണക്കപ്പുള്ള എന്നൊക്കെ ഉള്ള ഒരു അത് വിടണ്ട, ആ ഒരു ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറയാം. അങ്ങനെയാണ് ഈ ആദൽ എക്സ്ചേഞ്ചിൽ ജോയിൻ ചെയ്തത്. അവിടെ അക്കൗണ്ടന്റ് കം ക്യാഷ്യറായിരുന്നു ഞാൻ. പിന്നീട് അത് ശരിക്കും ഒരു 3 years അവിടുത്തെ നല്ല എക്സ്പീരിയൻസ് ആയപ്പോഴാണ് അവിടുത്തെ അൻസാരി എക്സ്ചേഞ്ച് എന്നുള്ള അവിടുത്തെ ഒരു പ്രീമിയർ, അൻസാരി, അൽ ഫർദാൻ, തോമസ്, അന്ന് തോമസ് കുക്ക് റസ്തമാനിയായിരുന്നു, ഒരു തോമസ് കുക്കുമായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ആയിരുന്നു പ്രീമിയർ. എല്ലായിടത്തും അപ്ലൈ ചെയ്ത് എല്ലായിടത്തു നിന്ന് കിട്ടി. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് മാജോ, അദ്ദേഹം ലോക്കലാണ്, അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ HR മാനേജറായിരുന്നു. അപ്പം അദ്ദേഹം അഡ്വൈസ് ചെയ്ത്, രവി അൻസാരി ഇസ് ബെറ്റർ. കാര്യം ചെയർമാൻ മുഹമ്മദ് അൻസാരി, അവർ
അവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് രവി എൻജോയ് മാർക്കുന്നത്. അത് കറക്റ്റ് ആയിരുന്നു. ഒറ്റ ഇന്നിങ്സ് ആയിരുന്നു, സിംഗിൾ സ്ട്രെച്ച്. 23 years. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ 22nd ഞാൻ അൻസാരി ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് എൻ്റെ വൈഫ് ഗവൺമെൻറ് ജോലിക്കാരിയാണ്. അപ്പം അയാൾ 15 years ലെങ്തി ലീവിലായിരുന്നു. ലീവ് കഴിഞ്ഞിട്ട് ഇപ്പം റീജോയിൻ ചെയ്തു. അപ്പോൾ റീജോയിൻ ചെയ്തപ്പോൾ റീലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു പ്ലാനും ഒരു ബിസിനസ് ആലപ്പുഴയിൽ ഒരു റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങാനുള്ള ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ തന്നെ. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തില്ല. കുറച്ച് റെഡ് ടൈപ്പിസം എന്നൊക്കെ പറയത്തില്ലേ, ചുവപ്പ് നാട്, അതിൽ വന്ന് കുറേ കാശൊക്കെ മുടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അപ്രൂവൽ കിട്ടുന്ന ലെവലൊക്കെ വന്നപ്പം നിലവിലുള്ള റൂൾസ് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ സ്റ്റേ ബാക്ക് ചെയ്തു. ചുരുങ്ങിയ കാലയളവിൽ 1-2 എക്സ്ചേഞ്ചുകളിലൊക്കെ പല റോൾസിലൊക്കെ വന്നു. അങ്ങനെയാണ് ഈ ബോട്ടിമിലേക്ക് വരാനുള്ള സാഹചര്യം. ബോട്ടിം ലിങ്ക്ഡിൻ വഴിയാണ് എനിക്ക് ഈ ഒരു അവസരം വന്നത്. ഇത് ഏത് വർഷമായിരുന്നു ബോട്ടിമിലോട്ട് മാറുന്നത്? ബോട്ടിമിൽ ഈ വർഷം 2024 അത് ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആണ്. അതിൽ രസമെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവരും എന്ന് വെച്ചാൽ ഹൈലി ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് ആണ് അവിടെ ഉള്ളത്. എല്ലാം യങ്ങർ ജനറേഷൻ. അവരുടെ ഞാനിത് ആദ്യമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വന്നു. ഞാൻ ട്രഡീഷണലി ഇങ്ങനൊരു എക്സ്പീരിയൻസില്ല. പക്ഷെ എൻ്റെ ഒരു സ്ട്രെങ്ത് ആ ഒരു നെറ്റ്വർക്കും കണക്ഷൻസും പബ്ലിക്കായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് അത് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. അത് ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ CEO അബ്ദുള്ള അഭിഷേക് അത് മനസ്സിലാക്കി. അദ്ദേഹമാണ് എന്നെ ഈ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആ ഒരു പുള്ളിയാണ് കാരണം. അപ്പം ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ബോട്ടിം സിംപ്ലിഫൈ ലൈഫ് എന്നാണ്. നോർമൽ പബ്ലിക്കിൻ്റെ ലൈഫ് സിംപ്ലിഫൈ ചെയ്യുക. ഞങ്ങളുടെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഈസ് അവർ കൾച്ചർ. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഫേസിൽ കൂടെ തന്നെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ പേര് അമ്മിണി. പിന്നെ 4 സിസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. 3 സിസ്റ്റർ, ഞങ്ങൾ 4 പേര്. മൂത്ത ആള് ശാന്തി, ആള് കൊച്ചിയിലാണ്. അടുത്ത ആള് ബീന, ആലപ്പുഴ പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ മിനി കോട്ടയം. അപ്പോൾ 4 സൈഡിലും 4 ആൾക്കാരുണ്ട്. അമ്മ വീട് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂരാണ്. പിന്നെ ഭാര്യ വീട്. തീർച്ചയായിട്ടും. കാര്യം അടുത്ത ചോദ്യമാണ്. കാര്യം സാർ ഒരു ജോലിക്കാരൻ മാത്രമല്ല, ഒരു ഫാമിലി മാൻ മാത്രമല്ല, ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളെ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നല്ലൊരു പ്രയാസം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അതെ. അപ്പം അയാള് രാഖി എന്നാണ് പേര്. രാഖി നാട്ടില് തിരുവല്ല, പത്തനംതിട്ട തിരുവല്ലയിലാണ്. അപ്പം അത് രാഖിയും ഒരു എക്സ് മിലിറ്ററി മോളാണ്. ഒരുപാട് ഡിസിപ്ലിൻഡ് ആണ്. അപ്പോൾ കുറേയൊക്കെ എന്നെയും സ്വാധീനിച്ചിട്ടുള്ള എല്ലാവരെയും പോലെ തന്നെ. പിന്നെ കുട്ടികളെയൊക്കെ കറക്റ്റായിട്ട് പഠനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു, ബാക്കി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. അതിന് ഉപരിയായിട്ട് അയാൾ ഒരു KSFE എംപ്ലോയി ആയിരുന്നു. 15 വർഷമായിട്ട് ലീവിലായിരുന്നു, ലോങ് ലീവിലായിരുന്നു. ഇവിടെ ഉണ്ട്. 2022 സെപ്റ്റംബറിലാണ് തിരിച്ചുപോയി റീജോയിൻ ചെയ്തു. കോട്ടയത്ത് മെയിൻ ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മക്കൾ എത്ര പേരാ? എനിക്ക് 4 പേര്. 4 പേര്. അവര് എന്തൊക്കെ ചെയ്യുന്നത്? അവരുടെ പേരുകൾ? കീർത്തന, മൂത്താള് കീർത്തനയാണ്. ഇവിടെ കീർത്തനയും മാളവികയും അവർ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കീർത്തന ഇപ്പം അമിറ്റി, അവർക്ക് നോയിഡയിൽ ഒരു അവിടെയാണ് ഇപ്പം ഫസ്റ്റ് ഇയർ ഡിഗ്രിയാണ് അവിടെ ചേർന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മോള് മാളവിക എക്സൽ ഷോർ എന്ന് പറയുന്ന കോട്ടയത്ത് തന്നെ ഒരു സ്കൂളാണ്. 11th +1. പിന്നെ ഇരട്ട കുട്ടികളാണ്, ആൺപിള്ളേർ. അവർ മാധവ് അവർ 8ാം ക്ലാസ്സിലാണ്. 2 പേരും ഒരേ സ്കൂൾ, ലീല സ്കൂളിലാണ്. കാർത്തിക് അവിടെ തന്നെയാണ് പോകുന്നത്. കാർത്തിക്കും നല്ല പ്രോപ്പറായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആയി. ഞാൻ പറഞ്ഞില്ല, ഒരു മൈൽഡ് ഓട്ടിസ്റ്റിക് ആയിരുന്നു. അവനിപ്പം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ മിനിസ്ട്രി ആണെങ്കിൽ നാട്ടിൽ 70 ആണ്. അത്രയും ഉള്ള എക്സ്പോഷർ കിട്ടുമ്പോൾ അതാണ് നാട്ടിൻ്റെ പ്രത്യേകത. സ്വന്തമായിട്ടൊരു ജോലിക്ക് വന്ന് മുന്നേറണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് സാറിന് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? ഒരുപാട് വളക്കൂറുള്ള മണ്ണാണിത്. ആക്ച്വലി ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും അതിനുള്ള ഗവൺമെൻറ് സപ്പോർട്ടും ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യം വൺ ഓഫ് ദ ബെസ്റ്റ് തീർച്ചയായിട്ടും
ഇൻവെസ്റ്റ്മെന്റ് ഹേവൻ എന്നൊക്കെ പറയത്തില്ല, അതാണ് ഈ രാജ്യം. ഇവിടെ ഇങ്ങനെ ചുവപ്പ് നാടെന്നൊന്നും ഇല്ല നമ്മുടെ നാട്ടിലെ പോലെ. തീർച്ചയായിട്ടും റൂൾസ് 100% ഫോളോ ചെയ്യുന്നത് 100% സേഫ്. എന്നാലും ഇത്രയും ടൈം സാറ് നമ്മുടെക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് ഫ്യൂച്ചർ വിഷൻ ആൻഡ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. താങ്ക് യു.